അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാനുമായിട്ടുള്ള യുദ്ധം പര്യവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹം പറഞ്ഞത് സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുക്കും. അതിന്റെ ഒരു വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. അത് വിട്ടുകൊടുക്കുകയും ഒപ്പം തന്നെ അവർ അണുവായുധം നിർമ്മിക്കുകയില്ല. ഒരു ചെറിയ അദ്ദേഹം എവിടേക്കോ ഫ്ലൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കൊടുത്ത ഒരു ബൈറ്റാണത്. അത്തരം വിവരങ്ങളാണ്. അത് പ്രസിഡന്റ് ട്രംപ് ആയതുകൊണ്ട് എത്രമാത്രം വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരുപക്ഷെ നാളെ മാറ്റി പറഞ്ഞുകൂടെ കഴിയില്ല. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം, അതായത് രണ്ടാം വട്ട ചർച്ച പാകിസ്ഥാനി പട്ടാള ജനറൽ ഫീൽഡ് മാർഷൽ അസീം മുനീർ അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ ടെഹ്റാനിൽ രണ്ടാം വട്ട ചർച്ചയിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ആദ്യവട്ട ചർച്ച 21 മണിക്കൂർ ഉപരാഷ്ട്രപതി JD വാൻസിന്റെ അധ്യക്ഷതയിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ നടന്നത് അലസിപ്പിരിഞ്ഞു. അതിനുശേഷം രണ്ടാം വട്ടം നടന്ന ചർച്ച ട്രംപ് എപ്പോഴും പറയുകയുണ്ടായി, അവര് എന്റെ കാലുമ വീഴാണ്, അവര് വന്നിട്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് തരണമെന്ന് പറയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒരു പക്ഷേ അത് എത്രമാത്രം അതിൽ സത്യമുണ്ടെന്നുള്ളത് നമുക്ക് സംശയാസ്പദമാണ്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് കാരണം ട്രംപ് വിചാരിച്ചതിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ട് 3-4 ആഴ്ചക്കുള്ളിൽ, കൂടി വന്നാൽ 6 ആഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് അമേരിക്കൻ ജനതയോട് അദ്ദേഹം വാക്കുകൊടുത്തിരുന്നു. ആ ഒരു ഇത് നിറവേറ്റുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ പേര് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വലിയൊരു യുദ്ധത്തിലേക്ക് കടന്നു ചെന്ന് വർഷങ്ങളോടെ യുദ്ധം ചെയ്ത് പട്ടാളക്കാർ ദോഷം വരുന്ന രീതിയിലേക്ക് ആകാതിരിക്കാനുമാണ് നമ്മളിത് സംസാരിക്കുമ്പോഴും. ഹോർമൂസ് കടലിടുക്കില് ഇറാന് ബദലായിട്ട് അവിടെ ചെക്ക് പോയിന്റ് നിർമ്മിച്ചിരിക്കണം അമേരിക്ക. 15 യുദ്ധ കപ്പലുകൾ, നേവൽ കപ്പലുകളെ അണിനിരത്തി ബ്ലോക്കേഡ്. അതിലെ ആകെ 11 കപ്പലുകൾ കടന്നു പോകാൻ സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ബ്ലോക്കേഡ് ഇതുവരെ സക്സസ്ഫുൾ ആണെന്നാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. കപ്പലുകളൊന്നും കടത്തിവിടാണ്ട് അമേരിക്ക തന്നെ ബ്ലോക്കേഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോ ഇത്തരം പറയുന്ന ഈ ഒരു അവസരത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ സേന വലിയ തോതിൽ മധ്യപൂർവേഷ്യയിൽ ഡിപ്ലോയ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് 50,000 പട്ടാളക്കാര് തന്നെയല്ല, ഇവിടെയുള്ള ബേസുകളിൽ നിന്നും ഒട്ടനവധി പട്ടാളക്കാരെ എന്നെ വിളിച്ചിരുന്നു. അവര് എന്നോട് പറഞ്ഞത് ഡിപ്ലോയ്മെന്റിനുള്ള തയ്യാറെടുപ്പുകൾ പല യൂണിറ്റുകളിലും നടക്കുന്നു എന്നാണ്. അപ്പൊ അതിനർത്ഥം ഒരുപക്ഷെ അതിന്റെ ബാക്കപ്പ് പ്ലാൻ ആയിട്ട് പെന്റഗൺ വെച്ചിരിക്കുക, അഥവാ ചർച്ച അലസി പിരിഞ്ഞ് വലിയൊരു യുദ്ധത്തിലേക്ക് കടന്നു ചെല്ലേണ്ടി വന്നാലുള്ള ഒരു ബാക്കപ്പ് ആയിക്കൂടുന്നില്ല. ചർച്ചയിൽ സാധനം അവസാനിപ്പിക്കാനാണ് ട്രംപ് പറഞ്ഞത്. ഇന്ന് വാസ്തവമാണെങ്കിൽ യുദ്ധം അവസാനിച്ചു, അസീം മുനീർ ടെഹ്റാനിൽ ചെന്ന് നടത്തിയ ചർച്ച വിജയകരമായി എന്നാണ്. ഇനി നമ്മൾ ഇതേ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അസീം മുനീറും ട്രംപുമായിട്ടുള്ള വ്യക്തിബന്ധം. പല ഊഹാപോഹങ്ങളും വായുവിൽ കറങ്ങി നടക്കുന്നുണ്ട്. ട്രംപിന്റെ മക്കളും അസീം മുനീറും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ക്രിപ്റ്റോ കറൻസി, അതില് ദശലക്ഷക്കോടിക്കണക്കിന് രൂപ ഇരുവരും സമ്പാദിച്ചു. എന്നിരുന്നാൽ കൂടി ട്രംപിന് ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു സമയം അടുത്തു വന്നപ്പോൾ നല്ലൊരു സുഹൃത്ത്, നിന്റെ ബൈബിളിൽ ചോദിക്കുന്ന പോലെ ആരാണ് നിന്റെ അയൽക്കാരൻ? നിന്നെ സഹായിക്കുന്നവനാണ്, നിന്റെ തൊട്ടപ്പുറത്തുള്ളവനായിരിക്കണമെന്നില്ല നിന്റെ അയൽക്കാരൻ. നീ എന്നും അപ്പുറത്ത് കാണുന്ന ഈ നിന്റെ വീടിന്റെ അപ്പുറത്തുള്ളവനായിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞ മാതിരി ആരാണ് നിന്റെ സുഹൃത്ത് എന്ന് ട്രംപിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ വലിയൊരു യുദ്ധത്തിൽ നിന്നും ട്രംപിനെയും അമേരിക്കയെയും രക്ഷിച്ചു കൊണ്ടുവന്നത് ഒരു പക്ഷേ അസീം മുനീർ, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കാരണം ഞാൻ പോയി ഇതൊക്കെ സെറ്റാക്കി കൊണ്ടുവരാം, നീ പേടിക്കണ്ട എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നോണം. ട്രംപിന്റെ ചങ്കാണ് ഇപ്പൊ അസീം മുനീർ. ഒരു പക്ഷേ ഇന്ത്യക്കാർക്ക് അസീം മുനീറിന് അത്ര പിടിച്ചുകൊള്ളണമെന്നില്ല, കാരണം പാകിസ്ഥാനായിട്ടുള്ള ഇന്ത്യയുടെ സ്നേഹത്തിന്റെ പേരിൽ. എന്നിരുന്നാൽ കൂടി ട്രംപിന് ഏറ്റവും ബുദ്ധിമുട്ട് വന്നപ്പോ അത് പോയി ടെഹ്റാനിൽ പോയി തീർത്ത്. കാരണം അസീം മുനീറിന് അങ്ങനെ ഒരു കേപ്പബിലിറ്റീസ് ഉണ്ട്. അദ്ദേഹത്തിന് പോയിട്ട് അവിടുത്തെ നേതാക്കന്മാരെ, ഇപ്പൊ അബ്ബാസ് അരഗൈച്ചി ഇദ്ദേഹം പ്ലേ ഇറങ്ങുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്താണ് സ്വീകരിക്കുന്നത് ടെഹ്റാനില്. തിരിച്ചും ഇദ്ദേഹം അവരെയും സ്വീകരിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അവര് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, ബലൂചിസ്ഥാൻ പ്രശ്നങ്ങളും അതൊക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി അവരുടെ സൗഹൃദം ഊഷ്മളമാണ്.
അപ്പൊ ട്രംപിന് വേണ്ടിയും ഇരു കൂട്ടർക്കും വേണ്ടിയിട്ടും ഈ യുദ്ധം മധ്യസ്ഥത വഹിച്ച് അസീം മുനീർ തീർത്തു കൊടുത്തിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇന്ന് ട്രംപ് പറയുന്ന ഭാഷയിലാണെങ്കിൽ ഇറാൻ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം ധാരണകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം സാങ്ഷൻസ്, ഉപരോധങ്ങള്, സാമ്പത്തിക ഉപരോധങ്ങള്, എണ്ണ വിൽക്കാനുള്ള ഉപരോധങ്ങള്, അത് എടുത്തു മാറ്റിയിട്ട് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുന്ന രാജ്യങ്ങളായി മാറിയാല് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. മുമ്പ് ഖമേനിയുടെ കാലഘട്ടത്തിൽ മതം എന്ന അടിസ്ഥാനത്തിൽ വിദ്വേഷവും അന്യമതസ്ഥരോടുള്ള വിദ്വേഷത്തിന്റെ പേരിലാണ് ഇത് കൊണ്ടു നടത്തിയിരുന്നത്. ഈ യുദ്ധവും വൈരാഗ്യവും വിദ്വേഷവും. ഖമേനി പോയതോടുകൂടി ആ സാഹചര്യം മാറിയിരിക്കാം. ഒരുപക്ഷെ ഇറാനിയൻ ജനതയ്ക്കും നമ്മുടെ പേർഷ്യൻ സംസ്കാരം ഖമേനി സംസ്കാരമല്ല. ഖമേനി വന്നിട്ട് 50 വർഷമായിട്ടുള്ളൂ, 1979. ഒരു പക്ഷെ ഇത് തീർന്നു കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനുമായിട്ട് വലിയ ബന്ധത്തിലേക്കും ബിസിനസ് ബന്ധത്തിലേക്കും ഒക്കെ ആയിക്കൂടായികയില്ല എന്ന് വേണം കരുതാനായിട്ട്. അവര് വളരെ, ഇപ്പൊ നമ്മള് പേർഷ്യൻ വ്യക്തികൾ, ഇറാനിയൻ എന്ന് പറഞ്ഞാൽ വളരെ ആത്മാഭിമാനമുള്ള മനുഷ്യരാണ്. നമ്മൾ പലപ്പോഴും കാണുമ്പോഴും അവരുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ ആത്മാഭിമാനമുള്ള മനുഷ്യരാണ് ഇറാനിയൻ ജനത. അപ്പൊ അവര് ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചുകൂടാകില്ല. ഈ ഉപരോധങ്ങള്, ഈ റഷ്യക്കെതിരെയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപരോധങ്ങള്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങള് ഇറാനെതിരെയാണ്. ഈ ഉപരോധങ്ങളും പോയി മറ്റ് ഹോർമൂസ് അല്ലെങ്കിൽ യുറേനിയം, ന്യൂക്ലിയർ കാര്യങ്ങളിൽ ധാരണയിലെത്തിയാല് പിന്നെ അങ്ങോട്ടുള്ള ലോകം വലിയൊരു ലോകമാണ് തുറന്നു കിടക്കുന്നത്. ബിസിനസ് ചെയ്യാനായിട്ട്, എണ്ണ വിൽക്കാനായിട്ട്. ഈ ചർച്ചകളിൽ മറ്റൊരു സുപ്രധാന വിഷയമായിരുന്നു ഇസ്രായേലും ലെബനനുമായി നിലനിൽക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു 2 ആഴ്ചത്തെ വെടിനിർത്തലിന്റെ ഭാഗമാണെന്നും പറഞ്ഞിട്ട് കൂടി ഇസ്രായേൽ 100 ബോംബുകൾ 10 മിനിറ്റിനുള്ളിൽ വർഷിച്ചു. ഇവിടെ ലെബനന്റെ ഒരു ഭാഗവും പിടിച്ചെടുത്തു. അവിടെ ഇസ്രായേലി സേന നിലകൊള്ളുന്നു. ഹെസ്ബുള്ളയുമായിട്ടുള്ള ആക്രമണം, ജോസഫ് അവോൺ എന്ന അവിടുത്തെ പ്രസിഡന്റ്, അവരുമായിട്ടും അവിടെ അത് ഒഫീഷ്യൽ മിലിറ്ററിയാണ്. എന്നാൽ അവിടെ സമാന്തരമായിട്ടുള്ള ഒരു ഭരണകൂടം ഹെസ്ബുള്ളയുടെ നേതൃത്വത്തിൽ, തീവ്രവാദ സംഘടനയായ ഹെസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇതുണ്ട്. അത് മുൻകാലങ്ങളിൽ സിറിയയുടെ സ്വാധീനത്തിലാണ് അവിടെ ഇത് നടന്നത്. നമുക്കറിയാവുന്ന പോലെ മുമ്പ് അവിടുത്തെ ഒരു മുൻ പ്രസിഡന്റിനെ ഹെരാരിനൊക്കെ വധിച്ചത്, വലിയ ബോംബ് വെച്ച് വധിച്ചത്. അപ്പൊ അവിടെ ഇസ്രായേൽ ലെബനൻ വിഷയത്തിലും 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ രസകരമായ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വെടിനിർത്താന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആ വെടിനിർത്തൽ കരാറിൽ തന്നെ ഇസ്രായേൽ പറയുന്നു, വേണ്ടി വന്നാൽ ഞങ്ങൾ കൊല്ലും, വേണ്ടി വന്നാൽ ഞങ്ങൾ ബോംബിടും. തന്നെയല്ല, ഇസ്രായേൽ സേന അവിടെ തന്നെ ഉണ്ടാകും, ലെബനനിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഒരു 10 ദിവസത്തെ ഒരു സമാധാന പ്രക്രിയ. അതിനുശേഷം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ലെബനോനും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച വൈറ്റ് ഹൗസിനുള്ളിൽ നടക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ അധ്യക്ഷതയില് കുറച്ച് ദിവസം മുമ്പ് മാർക്കോ റൂബിയോയുടെ ഇതില് മധ്യസ്ഥതയിൽ നടന്നിരുന്നു. അത് ശരിയായിട്ടില്ല, ഹെസ്ബുള്ള വിട്ടുകൊടുക്കുന്നില്ല. അപ്പോ ആ ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് ഈ ഒരു വെടിനിർത്തലിനോടൊപ്പം തന്നെ. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാലസ്തീൻ വിഷയത്തിൽ അറിയാം, ബിൽ ക്ലിന്റൺ, ജോർജ് ബുഷ് തൊട്ട് അങ്ങ് പണ്ട് ഒരു പ്രസിഡന്റ്, അവരുടെ ഒരു പ്രധാനമന്ത്രി, ഇസ്രായേലിന്റെ ഒരു പ്രധാനമന്ത്രി പോലും ഇതിന്റെ കാരണം വധിക്കപ്പെട്ടിട്ടുണ്ട്. യാത്സിൻ റാബിൻ എന്ന ഒരു പ്രധാനമന്ത്രി വധിക്കപ്പെടാൻ ഇസ്രായേൽ തന്നെ കൊന്നതാണ്. കാരണം പാലസ്തീനുമായിട്ട് ഒത്തുതീർപ്പ് ചർച്ചയുടെ പേരില്. അപ്പോ പിന്നെ ക്യാമ്പ് ഡേവിഡില് ബിൽ ക്ലിന്റൺ യാസർ അറാഫത്തിനെയും കൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിനെ ഇരുത്തിയതിന്റെ ചർച്ച, ഒട്ടനവധി ചർച്ചകൾ വൈറ്റ് ഹൗസ് ഈ പാലസ്തീൻ വിഷയത്തിൽ നടത്തിയിട്ട് തീരാത്ത പ്രശ്നമാണ് മധ്യപൂർവേഷ്യയിലെ. പക്ഷെ ഇപ്പൊ ട്രംപ് ഇറങ്ങി തീർക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എല്ലാം കൂടിയും വരുന്ന വാർത്തകൾ, ഇന്ന് അദ്ദേഹം ലാസ് വേഗാസിലേക്ക് പോകുന്നതിന് മുമ്പ്, ലാസ് വേഗാസിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്നതിന് മുമ്പ് നൽകിയ ചെറിയൊരു വാർത്തയിൽ പറഞ്ഞതാണ് ഇറാൻ സമ്മതിച്ചിരിക്കുന്നു. അസീം മുനാറിന്റെ മധ്യസ്ഥതയിൽ ഇറാൻ സമ്മതിച്ചിരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും അണുവായുധം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്.
ഞങ്ങൾ ഒരിക്കലും അണുവായുധം ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ അണുവായുധ പ്രോഗ്രാം മുഴുവനും സമാധാനപരമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ്, കറണ്ട് ഉണ്ടാക്കാനാണ് ന്യൂക്ലിയർ ഉണ്ടാക്കണേ എന്നാണ് ഇറാന്റെ ഭാഷ്യം എന്നുണ്ടെങ്കിലും അവർ 11 ബോംബ് ഉണ്ടാക്കാനായിട്ടുള്ള 460 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച അണുവായുധം, ഇത് ന്യൂക്ലിയർ ഇത് ഡസ്റ്റ് എന്നാണ് അവർ പറയുന്നത്, ശേഖരിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പൊ ഇതൊക്കെ ശരിയാണെന്നുള്ള വിവരം നമുക്ക് വരും ദിവസങ്ങളിലാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.